ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ഡോപ്പമിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഡോപ്പമിൻ ഹോർമോൺ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്താൽ ആകർഷിക്കപ്പെടുന്ന വസ്തുവിൻ്റെ കൂടെ പോവാൻ താല്പര്യം കാണിക്കും. പിന്നെ ജീവൻ പ്രശ്നമല്ല, ജീവിതം പ്രശ്നമല്ല, വാപ്പ പ്രശ്നമല്ല, ഇമ്മ പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. പോയാൽ ഡോപ്പമിൻ ഹോർമോൺ എന്ന് പറയുന്ന സാധനം ഒരു കെമിക്കലാണ്. സ്കൂളിൻ്റെ ലാബ് പോയിട്ട്, കെമിസ്ട്രി ലാബ് പോയിട്ട് മുഴുവൻ കെമിക്കലും പരിശോധിക്കുക. എത്രയാണ് കാലാവധി? 6 മാസം മുതൽ 1 വർഷം വരെയല്ലാതെ ഒരു കെമിക്കലിനും കാലാവധിയില്ല. 6 മാസത്തിൻ്റെയും 1 വർഷത്തിൻ്റെയും ഇടയിൽ ഡോപ്പമിൻ ഹോർമോൺ നിർവീര്യമാകുന്നതോടുകൂടി പണ്ടാറം പെരടിയിൽ നിന്ന് ഒഴിഞ്ഞിട്ടാൽ ഞാൻ എന്താ വേണ്ടത് എന്നാലോചിക്കുന്നതാണ് പ്രണയവിവാഹത്തിൻ്റെ 1ാം പരാജയം. 5 കാരണങ്ങളെ കൊണ്ട് പ്രണയവിവാഹം പരാജയപ്പെടും. 5 കാര്യങ്ങളെ കൊണ്ട് പരാജയപ്പെടും. പ്രണയവിവാഹത്തിൻ്റെ 1ാം പരാജയം ഡോപ്പമിൻ ഹോർമോൺ നിർവീര്യമാകുന്നതാണ്. 2ാം കാരണം ഉമ്മാക്ക് ഇഷ്ടമുണ്ടാവില്ല എന്നതാണ്. ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഭൂമി ലോകത്ത് വിജയിക്കാൻ പോകുന്നില്ല. എത്ര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും ഉമ്മാക്ക് ആ സംഗതി ഇഷ്ടമുണ്ടാവില്ല. ഉമ്മാക്ക് ഇഷ്ടമില്ലാത്തൊരു കാരണം അത് സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും വിജയിക്കൂല. ഉമ്മാക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം ഭൂമിയിൽ വിജയിക്കാൻ പോകുന്നില്ല. 2ാമത്തെ കാരണം. 3ാമത്തെ കാരണം, നേരത്തെ കാണാത്ത പല കാര്യങ്ങളും പിന്നീട് കാണും. അതായത് ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയുന്നവന് എല്ലാ പെണ്ണിനെയും സ്നേഹിക്കാൻ കഴിയും. സ്നേഹം എന്ന് പറഞ്ഞ ഗുണം ഒരാളിലുണ്ടെങ്കിൽ അത് ഒരാളിലും ഒതുങ്ങൂല. ഒരാണിലുണ്ടായാലും ഒതുങ്ങൂല, ഒരു പെണ്ണിലുണ്ടായാലും ഒതുങ്ങൂല. ഒരാണിനെ സ്നേഹിക്കാൻ കഴിയുന്ന പെണ്ണിന് എല്ലാ ആണുങ്ങളെയും സ്നേഹിക്കാൻ കഴിയും. ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയുന്ന ആണിന് എല്ലാ പെണ്ണിനെയും സ്നേഹിക്കാൻ കഴിയും. പക്ഷെ അത് തുടക്കത്തിൽ അറിയില്ല, കുറച്ച് കഴിയുമ്പോൾ അറിയും. ബസ് പോകുമ്പോൾ പുറത്തേക്ക് നോക്കണുണ്ട് എന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. എന്നോടുള്ള മാതിരി എല്ലാവരോടും ഉണ്ട് എന്ന്. ഇതൊരു സത്യമാണ്. സ്നേഹം ഒരു മനുഷ്യൻ്റെ കൽബിലുണ്ടെങ്കിൽ അത് ഒരാളിൽ ഒതുങ്ങി നിൽക്കുന്ന സാധനമല്ല. അത് അടുത്ത സാഹചര്യം മാറുമ്പോൾ അടുത്ത ആളിലേക്ക് മാറും. അപ്പം 3ാമത്തെ കാര്യം അതാണ് പ്രണയവിവാഹം പരാജയപ്പെടുന്നതിൻ്റെ 3ാം കാരണം. പ്രണയവിവാഹം പരാജയപ്പെടുന്നതിൻ്റെ 4ാം കാരണം, കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളുണ്ടായി കുറേ കാലം കഴിഞ്ഞിട്ട് എൻ്റെ വാപ്പിയമ്മയും പ്രേമിച്ചതായിരുന്നു എന്ന് മക്കൾ അറിയുന്ന അവസ്ഥ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായിരിക്കും. അതുകൊണ്ട് പ്രണയവിവാഹം പരാജയപ്പെടും. 5ാമത്തെ കാരണം, മാ നബത ഫിൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ എന്ന ഹദീസാണ്. ഹറാമിൽ തുടങ്ങിയത് നരകത്തിലേ അവസാനിക്കുകയുള്ളൂ എന്നത് വഹയിൻ്റെ ഇൽമാണ്. ഹദീസാണ്, വഹയാണ്. വഹയ് തെറ്റൂല. മാ നബത ഫിൽ ഹറാം, ഹറാമിൽ ആരംഭിച്ചത് ഫഹുവ ഔലാ ബിന്നാർ, അത് നരകവുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നരകത്തിലേ അവസാനിക്കുള്ളൂ. അതുകൊണ്ട് പ്രണയവിവാഹം 5 കാരണങ്ങളെ കൊണ്ട് പരാജയപ്പെടും. അതുകൊണ്ട് കുടുംബമൊക്കെ കുറേ ഒക്കെ ആണെങ്കിലാണ് നടത്തി കൊടുക്കായിരുന്നു എന്ന് വാപ്പ ആലോചിക്കണ്ട. കുടുംബമൊക്കെ രേശം ഒക്കെ ആണെങ്കിൽ പക്ഷെ തീരെ കുടുംബം കൊണ്ടൊന്നും ഒക്കണില്ല, അതാ അപ്പം പ്രശ്നം. അപ്പം കുട്ടിക്കും തോന്നും അതാ അപ്പം പ്രശ്നമല്ലേ. അതല്ല പ്രശ്നം. 5 പ്രശ്നം വേറെ ഉണ്ട്. ഞാൻ പറഞ്ഞ 5 പ്രശ്നമുണ്ട്. നടത്തരുത്, തീരുമാനിക്കരുത്. കാരണം മാ നബത ഫിൽ ഹറാമി, തുടങ്ങിയത് ഹറാമിലാണ്. ചിലവർ പറയും ഞാൻ എന്നെ എൻ്റെ സ്വന്തമായതിൻ്റെ ശേഷമേ തൊടുള്ളൂ എന്ന് പറയും. ആൾക്കാരെ വിചാരം തൊടൽ മാത്രമാണ് ഹറാം എന്നാണ്. ലൈംഗികാവയവം കൊണ്ട് മാത്രമല്ല വ്യഭിചാരം. അൽ ഐനാനി സിനാഹുമ അന്നദുറു എന്ന ഹദീസിൽ വ്യക്തമാണ്. കണ്ണിൻ്റെ വ്യഭിചാരം നോട്ടമാണ്. 1ാമത്തെ ദിവസം കണ്ടു കുഴപ്പമില്ല, 2ാമത്തെ ദിവസം കണ്ടു കുഴപ്പമില്ല, 3ാമത്തെ ദിവസം കണ്ടു അതും കുഴപ്പമില്ല, 4ാമത്തെ ദിവസം കാണാൻ വേണ്ടി നിന്നു, കണ്ണിൻ്റെ വ്യഭിചാരമാണ്. വ്യഭിചാരത്തിൽ തുടങ്ങിയത് സ്വർഗത്തിൽ അവസാനിക്കില്ല, നരകത്തിൽ അവസാനിക്കും. അതുകൊണ്ട് 2 പേരുടെയും രക്ഷയ്ക്ക് ഒഴിവായേ പറ്റും. 2 ആളുടെയും രക്ഷയ്ക്ക് ഒഴിവായേ പറ്റും. പിന്നെ ഞമ്മക്കൊരു കുഴപ്പമുള്ളത് ഒക്കെ കാലഘട്ടത്തിനെ കുറ്റം പറഞ്ഞു കണ്ടാണ്ട് ഒഴിവാക്കും. കാലഘട്ടമൊക്കെ ഇപ്പം അങ്ങനെയാണ്. മഹ്ദി ഇമാമ വരാനുള്ള നാടാണിത്. കാലഘട്ടത്തിനൊന്നും ഒരു കുഴപ്പമില്ല, ഞമ്മക്ക് തന്നെയാണ് കുഴപ്പം. നമ്മൾ നേരായാൽ തന്നെയാണ് കാലഘട്ടം നേരാകുക. അതിനിപ്പോൾ ഞാൻ മാത്രമാണ് വിചാരിച്ചിട്ട് എന്താ കാര്യം, നനക്ക് മാത്രമാണ് വിചാരിച്ചാൽ എന്താ കുഴപ്പം?
ഞാൻ മാത്രം വിചാരിച്ചിട്ട് എന്താ കാര്യം എന്ന് അങ്ങനെ ഇപ്പം ആലോചിക്കണതേ. ഇജ് മാത്രമാണ് വിചാരിക്കുക, എന്താ വരിക നോക്കാലോ. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് വാസ്തവത്തിൽ. അപ്പം അതുകൊണ്ട് കുടുംബജീവിതം നേരാവണം, സാമൂഹ്യ ജീവിതം നേരാവണം, മക്കൾ നേരാവണം, എല്ലാം നേരാവണം. ഒരു വാക്കുകൂടിയും പറയട്ടെ ഞാൻ, എന്തെല്ലാം സംവിധാനങ്ങളിൽ ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടാലും മഹല്ല് സംവിധാനത്തിൽ മാത്രമാണ് വിശ്വാസം നിലനിൽക്കുന്നത്. അത് സംരക്ഷിക്കാൻ മഹല്ലിൻ്റെ ആളുകളും മഹല്ലിലെ ജനങ്ങളും ഒത്തൊരുമയോടുകൂടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. മഹല്ല് ജമാഅത്ത്, മഹല്ല് സംവിധാനങ്ങൾ, മഹല്ല് കമ്മിറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ അപൂർവം സ്ഥലങ്ങളിൽ കാണുന്ന വലിയൊരു നിയമത്താണ്. ഇസ്ലാം ദീൻ കേരളത്തിൽ എന്ന് വന്നോ അന്ന് മുതൽ പള്ളിയുമായി ബന്ധപ്പെട്ടാണ് ആളുകൾ ജീവിച്ചു പോന്നിട്ടുള്ളത്. അതുകൊണ്ട് പള്ളിയുമായി ബന്ധപ്പെട്ട് വിശ്വാസവും സംസ്കാരവും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നന്നാക്കാൻ കുറേ ആൾ വിചാരിക്കണം, കേടുവരുത്താൻ ഒറ്റ ആൾ വിചാരിച്ചാൽ മതി. ആ ഒറ്റ ആൾ നമ്മളാവരുത്, ആ ഒറ്റ ആൾ നമ്മളാകരുത്. നന്നാക്കാൻ കുറേ മനുഷ്യന്മാർ വിചാരിക്കണം, കേടുവരുത്താൻ ഒരാൾ വിചാരിച്ചാൽ മതി. ആ ഒരാൾ നമ്മളാവരുത് എന്ന് നമ്മൾ ഗൗരവത്തോടു കൂടെ കാണണം. അതുകൊണ്ട്